Hello everyone, welcome to another session of Big Learning. KCB Electricity Worker-ന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് MCQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മാഗ്നറ്റിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെയാണ് ഈ ക്വസ്റ്റ്യനിലേക്കെല്ലാം നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതില് ഈ സെഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തിയറി കോൺസെപ്റ്റ്സ് ആദ്യം പറയും. അതിനുശേഷമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ തിയറി പോർഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ഇതാണ്. ഫസ്റ്റ്, ടെർമിനോളജി, എന്താണ് മാഗ്നറ്റിസം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തത്, എന്തൊക്കെ ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ ബ്രോഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്, ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു MCQ എക്സാമിന് എന്താണോ വേണ്ടുന്നത് ആ പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ സ്ലൈഡ്സ് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഫസ്റ്റ്, മാഗ്നറ്റിസം. എന്താണ് മാഗ്നറ്റിസം? മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മാഗ്നറ്റ് കയ്യിൽ എടുക്കാത്ത ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകത്തില്ല. പണ്ട് നമ്മളൊരു രൂപ കോയിനൊക്കെ വെച്ച് മാഗ്നറ്റും വെച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട്. അവിടെ അട്രാക്ഷനും എല്ലാം നമുക്ക് എങ്ങനെയാ അത് അറിയുന്നത്? ഒരു കയ്യിലൊരു മാഗ്നറ്റ് മറ്റൊരു കയ്യിലൊരു കോയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ? ആ കോയിനെ ഈ മാഗ്നറ്റ് പിടിച്ചു വലിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും. അതിനെ പറയുന്നതാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ഐഡിയ ഇസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്തിനെ അട്രാക്ട് ചെയ്യുന്നത്? സ്റ്റീൽ, അയൺ, സിലിക്കൺ സ്റ്റീൽ, ഇങ്ങനെയുള്ള കണ്ടക്ടിങ് മെറ്റീരിയൽസ്. ഇത് ഇലക്ട്രിക്കലി കണ്ടക്ടിങ് മെറ്റീരിയൽസ് നമുക്ക് കുറെ അറിയാമല്ലോ. അതുപോലത്തെ മെറ്റീരിയൽസിനെയാണ് ഇത് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമുക്ക് മാഗ്നറ്റിനെ കുറിച്ച് അറിയാവുന്ന ഫസ്റ്റ് പോയിന്റ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ മാഗ്നറ്റിന് ഫോഴ്സ് ഓഫ് റിപ്പൽഷനും ഉണ്ട്. ഓക്കെ, ഇനി മാഗ്നറ്റിസത്തിന്റെ വേറൊരു പ്രത്യേകത. ഫസ്റ്റ് പ്രത്യേകത എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ എക്സിസ്റ്റ് വെൻ ഒരു മാഗ്നറ്റ് അതുപോലെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു അയൺ പീസ് ആവാം, ഒരു സ്റ്റീൽ ആവാം. ഇത് അടുത്ത് കൊണ്ടുവരുമ്പോൾ എക്സ്പീരിയൻസ് ആവുന്ന ഒരു ഫോഴ്സ്, അതിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ when free to rotate they will move to a fixed position relative to north pole. ഇതും മാഗ്നറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഈ ഒരു പ്രത്യേകത നമുക്ക് അറിഞ്ഞൂടെങ്കിലും നമ്മൾ കോമ്പസ് ഒക്കെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. കോമ്പസ് നീഡിൽ, ഏതാണ് വരയ്ക്കുന്ന കോമ്പസ് അല്ല, ഡയറക്ഷൻ പോയിന്റ് ചെയ്യുന്ന കോമ്പസ് നീഡിൽസ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ലബോറട്ടറിയുടെ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടോ അങ്ങനെ നോർമലി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ഒരു കോമ്പസ് അതിന്റെ നീഡിൽ എപ്പോഴും ഒരു നോർത്ത് ഡിറക്ഷനിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിക്കോസ് അപ്പോഴും ഈ മാഗ്നറ്റിസത്തിന്റെ പ്രോപ്പർട്ടി കാരണം അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണമാണ് ആ നീഡിൽ എപ്പോഴും ഒരു നോർത്ത് ഡിറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് മാഗ്നറ്റിസത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന പ്രോപ്പർട്ടീസ്. ഓക്കെ, അഥവാ മാഗ്നറ്റിസത്തിനെ എടുത്തു പറയുന്ന പ്രോപ്പർട്ടീസ്. ഇനി ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റ്സിനെ അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കാണിക്കുന്ന മാഗ്നറ്റ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിദാത്യമായി ഉണ്ടായിട്ടുള്ള മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ മെറ്റീരിയല് മനുഷ്യൻ ഡിസ്കവർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വരെ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ലോഡ്സ്റ്റോൺ. ഓക്കെ, ലോഡ്സ്റ്റോൺ ആണ് നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്. അത് അയണിന്റെ ഒരു കോമ്പൗണ്ട് ആണ് ലോഡ്സ്റ്റോൺ ആൻഡ് ഇറ്റ് ഇസ് Fe3O4. ഓക്കെ, മാഗ്നറ്റൈറ്റ് എന്നാണ് അതിനെ പറയുക. അപ്പൊ അതിന്റെ കൊമേഴ്സ്യൽ നെയിം ആണ് ലോഡ്സ്റ്റോൺ. അത് നോർമലി പറയുന്ന പേരാണ് ലോഡ്സ്റ്റോൺ. അതാണ് നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബാക്കി ഇതേ പ്രോപ്പർട്ടി ഉള്ള മാഗ്നറ്റ്സും ഉണ്ട്. അപ്പൊ നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോ അല്ലെങ്കിൽ അതിനെ ഹാമർ ചെയ്യുമ്പോ അതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഹീറ്റിംഗ്,
സെക്കൻഡ് വൺ ഇസ് ഹാമറിംഗ്. രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ ആ ലോഡ് സ്റ്റോൺ അഥവാ നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോ അത് അവോയ്ഡ് ചെയ്യാൻ അങ്ങനെ ഒരു നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് കൊണ്ടുവച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്സിനെ നമ്മൾ ഒരു ആപ്ലിക്കേഷന് കൊണ്ടുവച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഒരു ഹീറ്റിംഗ് വന്നു കഴിയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആപ്ലിക്കേഷൻ അവിടെ നടക്കോ? ഇല്ല. അപ്പൊ അതിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് റിലയബിൾ? നമുക്ക് അതൊരു ഓപ്പറേഷന് വേണ്ടി അതിനെ റിലൈ ചെയ്യാൻ പറ്റും? ഇല്ല. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ടെമ്പററി മാഗ്നറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ടെമ്പററി മാഗ്നറ്റ്സ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്സ്. ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്തിന് മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതിനെയാണ് ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ ടെമ്പററി മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്? ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ, ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ മാത്രം മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ടെമ്പററി മാഗ്നറ്റ്സ്. അപ്പൊ ടെമ്പററി മാഗ്നറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴാണ് അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുത്ത് മാഗ്നറ്റ് ആക്കുന്നത് കൊണ്ട് അതിനൊരു പേര് പറയും ഇലക്ട്രോ മാഗ്നറ്റ്സ്. എന്താ പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ്സ്, ബിക്കോസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് എനർജി. ഒരിക്കൽ കൂടെ പറയാം, ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് എനർജി. അപ്പൊ ഇലക്ട്രിസിറ്റി സപ്ലൈ ഉള്ളിടത്തോളം സമയം അത് മാഗ്നറ്റ് ആയിരിക്കും. ഇലക്ട്രിക്കൽ എനർജി എപ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അപ്പൊ അത് ഡീമാഗ്നറ്റൈസ് ചെയ്യും, അതായത് മാഗ്നറ്റ് അല്ലാതെ ആകും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറി, അതും ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡ് മാഗ്നറ്റ് ആണ്, ബട്ട് ദേ ആർ പെർമനന്റ് മാഗ്നറ്റ്. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് ലൂസ് ചെയ്യുന്നില്ല. കറണ്ട് ഉണ്ടേലും അത് മാഗ്നറ്റ് ആണ്, കറണ്ട് ഇല്ലേലും അത് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടാതെ ഇരിക്കുന്നതാണ് പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, അപ്പോ ഇലക്ട്രോ മാഗ്നറ്റ്സിനും ആപ്ലിക്കേഷൻസ് ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതൊരു ഒറ്റ മെറ്റൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ്, അലോയ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു അലോയ് ആണ് അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അൽനിക്കോ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് നോർമലി പെർമനന്റ് മാഗ്നറ്റിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഒരു കോമ്പൗണ്ട് ആണ്, ഇതല്ലാതെ ബാക്കിയുള്ള കോമ്പൗണ്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അലുമിനിയം, കൊബാൾട്ട് ആൻഡ് നിക്കൽ. ഓക്കെ, അടുത്തതായിട്ട് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് പഠിച്ചു, പെർമനന്റ് മാഗ്നറ്റ്സ് പഠിച്ചു. ഇനി ഈ മാഗ്നറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഡേ ടു ഡേ ആപ്ലിക്കേഷനിൽ കാണുന്ന കുറച്ച് ഡിവൈസസ് ആണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാ? ഇലക്ട്രിക് ബെല്ലുണ്ട്. ആ ഇലക്ട്രിക് ബെല്ലില് റിംഗിങ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിസം ഉള്ളത് കൊണ്ടാണ്. റിലേ ഇല്ലാതെ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ നടക്കത്തില്ല. അപ്പൊ അതിൽ സ്വിച്ചിങ് ഓപ്പറേഷൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദെൻ സർക്യൂട്ട് ബ്രേക്കറിൽ പ്രൊട്ടക്ഷൻ മെക്കാനിസം ഹാപ്പൻസ് ഡ്യൂ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷൻ. മാഗ്നറ്റിക് ക്രെയിൻ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അയൺ പീസസിന് വലിയ വലിയ കാർ, ഇടിഞ്ഞു പൊളിഞ്ഞടക്കുന്ന കാറിനൊക്കെ പൊക്കിയെടുക്കുന്ന ക്രെയിൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് മാഗ്നറ്റിസം വെച്ച് വർക്ക് ചെയ്യുന്ന ക്രെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഇസ് ബീങ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് എനർജി. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ വലിയ വലിയ അയൺ പീസസിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ ലൗഡ് സ്പീക്കറിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക് മോട്ടർ ആയിക്കോട്ടെ, ഇലക്ട്രിക് ജനറേറ്റേഴ്സ് ആയിക്കോട്ടെ, all the machines, whether it is AC machines or DC machines, മാഗ്നറ്റിസം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കിംഗ് നടക്കത്തില്ല. പിന്നെ ഉള്ളത് MRI മെഷീൻസ്. MRI മെഷീൻസ് എന്ന് പറയുന്ന അറിയാലോ, ബ്രെയിനിന്റെ ഇമേജിങ് എടുക്കുന്ന മെഷീൻസ് ആണ്, ഇമേജസ് എടുക്കുന്ന മെഷീൻസ് ആണ്. അതും വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്, കാരണം ബ്രെയിൻ സെൽസ് ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അനാലിസിസ് നടത്താനും മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ലൈഫിന്റെ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ,
അപ്പൊ എന്തിനാ ആപ്ലിക്കേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷന്റെ ബേസ് ചെയ്തിട്ടും MCQs വരാറുണ്ട്. അത് നമുക്ക് MCQs കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. Electromagnets are stronger than permanent magnets and can be switched on and off. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ടെമ്പററി മാഗ്നറ്റ്സ്. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് മാഗ്നറ്റ് ആക്കുന്നതാണ്. ബട്ട് ദേ ആർ സ്ട്രോങ്ങർ. എന്തുകൊണ്ടാ? ഫസ്റ്റ് തിങ്, നമുക്ക് എന്തോരം മാഗ്നറ്റിസം വേണമെങ്കിലും ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് കറണ്ട് കൂട്ടി കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പൊ നമുക്ക് എന്തോരം മാഗ്നറ്റിസം വേണമെങ്കിലും അതിന് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇലക്ട്രോമാഗ്നറ്റ്സിന്റെ പ്രത്യേകത. രണ്ടാമത്തത് കൺട്രോൾ. ആ രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി സ്വിച്ച്ഡ് ഓൺ ആൻഡ് ഓഫ്. ദാറ്റ് മീൻസ് വി ഹാവ് എ കൺട്രോൾ ഓവർ ദ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കൺട്രോൾ ഉണ്ട്. അതാണ് ഇലക്ട്രോമാഗ്നറ്റിസത്തിനെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതിന്റെ രണ്ട് ഘടകങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മുടെ ഇഷ്ടത്തിന് സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് വി ഹാവ് എ കൺട്രോൾ ഓവർ ദ മാഗ്നറ്റിസം. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റ്സ് സ്ട്രോങ്ങർ എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലിയും ആണ്. ഓക്കെ, ഇനി മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു നിങ്ങൾക്ക് അറിയാലോ, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് ഒരു കോയിൻ വെച്ചു. അപ്പൊ കോയിനെ അത് അട്രാക്ട് ചെയ്തു. അതിന്റെ അടുത്ത് വേറൊരു കോയിൻ വെച്ചാൽ എന്ത് സംഭവിക്കും? ആ കോയിനെ അത് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സോ വി ഹാവ് എ കോയിൻ ഹിയർ. ആ കോയിന്റെ, അതായത് ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ അടുത്ത് ഒരു കോയിൻ വെച്ചു, അതിനെ അട്രാക്ട് ചെയ്തു. അതിന്റെ അടുത്ത് വേറൊരു കോയിൻ ഉണ്ടെങ്കിൽ അതിനെയും അത് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ? അതായത് ഈ മാഗ്നറ്റ് ഈ കോയിനെ മാഗ്നറ്റൈസ് ചെയ്തു, ഈ കോയിൻ ഇതിനെ മാഗ്നറ്റൈസ് ചെയ്തു. 1 second. Okay, let's continue. ഈ മാഗ്നറ്റ് ഈ കോയിനെ മാഗ്നറ്റൈസ് ചെയ്തു, അതിനോട് ചേർന്ന് വെച്ചിരുന്ന അടുത്ത കോയിനെ മാഗ്നറ്റൈസ് ചെയ്തു. ഇനി ഇതിന്റെ ഒപ്പം ഒരു കോയിനും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിനെയും എന്ത് സംഭവിക്കും? മാഗ്നറ്റൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അടുത്തടുത്തുള്ള കോയിൻസിനെ മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ ഒരു മീഡിയം ഇല്ല. അപ്പൊ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരു കണ്ടക്ടർ വേണം. പക്ഷെ ഇവിടെ ഒരു മീഡിയം ഇല്ല. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, അതായത് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീലിന്റെ പീസോ അയണിന്റെ പീസോ കൊബാൾട്ടിന്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതെല്ലാം ആ എയറിൽ കൂടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്പ്രെഡ് ചെയ്യുകയും അതെല്ലാം മാഗ്നറ്റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പോയിന്റ് കിട്ടിയോ? അപ്പോ എയറിൽ കൂടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ആയി ആ മാഗ്നറ്റിക് മെറ്റീരിയലും അടുത്തൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ അതിന് there is a molecular explanation, molecular theory ഉണ്ട് അതിനെ പറയുന്നത്. അതിനെ അതായത് ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ നോർമലി ഒരു മെറ്റലിന്റെ ഡൈപോൾസ്, മാഗ്നറ്റിക് ഡൈപോൾസ് എന്ന് പറയും, അത് റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതെല്ലാം അലൈൻഡ് ആവും, അതെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യും. അങ്ങനെ അടുത്തടുത്തുള്ള എല്ലാ മെറ്റീരിയൽസിനെയും അത് മാഗ്നറ്റൈസ് ചെയ്യും. ഇതാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ മോളിക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ, സോ ഇതാണ് മാഗ്നറ്റൈസ്, അടുത്തടുത്ത മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആവുന്നതിന്റെ പിന്നിലുള്ള തിയറി ഇതാണ്. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതായത് മാഗ്നറ്റിസത്തിനെ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, മാഗ്നറ്റിനോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഫെറോ മാഗ്നറ്റിക്. ഫെറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അയൺ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റൈസ് ചെയ്യാൻ, അല്ലാതെ മാഗ്നറ്റിനോട് പെട്ടെന്ന് തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ ദേ ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. അതിന് എക്സാമ്പിൾ അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഡൈപോൾ മൊമെന്റ്
ഒരേ ഡിറക്ഷനിൽ അലൈൻ ചെയ്ത് പെട്ടെന്ന് തന്നെ മാഗ്നറ്റ് ആവാൻ പറ്റുന്നതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതിന്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക: അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഇനി ഈ സെന്റൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. that are strongly attracted to magnetic field. Substances that are strongly attracted to magnetic field. അടുത്ത പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇപ്പൊ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് which are slightly attracted by a magnet of common strength. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെയാണ് പാരാമാഗ്നറ്റിക്കിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോഴാണ് പലർക്കും തെറ്റിപ്പോകുന്നത്. അപ്പോ ഒരു കോമൺ മാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് ഒരു മിനിമം സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് വെക്കുന്നതെങ്കിൽ ദേ ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ്. ഓക്കെ, അതാണ് ഐഡിയ. അപ്പൊ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ എന്ത് സംഭവിക്കും? ദേ വിൽ ബി സ്ട്രോങ്ലി അട്രാക്റ്റഡ്. അപ്പോ സബ്സ്റ്റൻസ് വിച്ച് ആർ slightly attracted by a magnet of common magnetic strength. Common magnetic strength ന് slightly attraction, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രോങ് അട്രാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് അതിന്റെ സ്ട്രെങ്ത് കൂട്ടാം, അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതിന് ഇൻഹെറന്റ്ലി മാഗ്നറ്റൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല, ബട്ട് സ്റ്റിൽ ദെൻ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മാഗ്നറ്റൈസ് ചെയ്ത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് പോലെ ആക്കാൻ പറ്റും. അതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതിന് എക്സാമ്പിൾ അലുമിനിയം, മാംഗനീസ്, പ്ലാറ്റിനം, ഓക്സിജൻ, എയർ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച ഈ ഓക്സിജനും എയറും ഒക്കെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും, അല്ലെ? പക്ഷെ അതെല്ലാം പാരാമാഗ്നറ്റിക് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏറ്റവും പ്രധാനം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അലുമിനിയം. അലുമിനിയം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അലുമിനിയം കണ്ടക്ടർ, നമ്മൾ ട്രാൻസ്മിഷൻ വരെ ഉപയോഗിക്കുന്ന. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഓ, അതൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന്. അല്ല, ഇറ്റ് ഇസ് എ വെരി ഫേമസ് വെൽ നോൺ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതുപോലെ ഓക്സിജൻ, എയർ, എക്സെട്ര. Then comes diamagnetic material. Diamagnetic material എന്ന് വെച്ച് കഴിഞ്ഞാൽ substance that are repelled slightly by a power magnetic field. Okay, അപ്പൊ പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ സ്ലൈറ്റ് റിപ്പൽഷൻ ആണ്. അപ്പൊ നോർമൽ ഒരു മിനിമം മാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ അതിന്റെ പ്രശ്നം അതെന്തായിരിക്കും? വെരി മച്ച് റിപ്പൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽ, അതായത് ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ പ്ലസ് മാഗ്നറ്റ് എന്നുള്ളതാണ്. അതായത് മാഗ്നറ്റിസം ഡൈ ഔട്ട് ആവുന്ന സിറ്റുവേഷൻ, അതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിസം ലൂസ് ചെയ്യും. ഈ മെറ്റീരിയൽസിന് പറയത്തക്കതായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഇഫക്റ്റും ഇല്ല. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക് മെറ്റീരിയൽസിലെ ഇൻസുലേറ്റേഴ്സ് പറയും പോലെയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതിന് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ദേ വിൽ ഷോ സ്ലൈറ്റ് റിപ്പൽഷൻ. അപ്പൊ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനത്തെ മെറ്റീരിയൽ ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതിന്റെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, വുഡ്, വാട്ടർ. ഇതൊക്കെയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ടത് ബിസ്മത്ത് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ബിസ്മത്ത് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ മാഗ്നറ്റ്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? ബാർ മാഗ്നറ്റ് ആണോ? ഹോഴ്സു ആണോ? ഇലക്ട്രോ മാഗ്നറ്റ് ആണോ? എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ മാഗ്നറ്റ്? അപ്പൊ നാച്ചുറൽ മാഗ്നറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ പേര് ലോഡ്സ്റ്റോൺ. ഓക്കെ, ലോഡ്സ്റ്റോൺ. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ് ആണ്. അതായത് മാഗ്നറ്റിന്റെ ഷേപ്പ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ മാഗ്നറ്റ്? സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ബാർ മാഗ്നറ്റ്, ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ലോഡ് സ്റ്റോൺ, ഇലക്ട്രോ മാഗ്നറ്റ്. ഇതില് ബാർ മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞത് മാഗ്നറ്റിന്റെ ഷേപ്പുകളാണ്. നമുക്ക് റിങ് പോലത്തെ മാഗ്നറ്റ് കണ്ടിട്ടുണ്ട്, നീണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഷേപ്പ്, റെക്ടാംഗുലർ ഷേപ്പിനെയാണ് ബാർ മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നത്. ഹോഴ്സ് ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരക്കുളമ്പിന്റെ ഷേപ്പിലുള്ള മാഗ്നറ്റ്. ഓക്കെ,
ലോഡ്സ്റ്റോൺ എന്താണ്? വിച്ച് ഇസ് ദ നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്. Therefore ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഇനി ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്ത് മാഗ്നറ്റൈസ് ചെയ്ത് മാഗ്നറ്റ് ആക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. എ മെറ്റീരിയൽ കോമൺലി യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്. ശ്രദ്ധിച്ചേ, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കും? ഓക്കെ, അപ്പൊ നോർമലി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്ത് മെറ്റീരിയൽ ആണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഈ തന്നിട്ടുള്ളതില് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കണ്ടതാണ്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾസ് നമ്മൾ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സാമ്പിൾസ് വെച്ച് ചോദ്യം വരുമെന്ന്. ഇത് അതുപോലത്തെ ഒരു ചോദ്യമാണ്. അപ്പൊ അതിൽ സ്റ്റീൽ ഈസ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്. അപ്പോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ബാക്കി അയൺ, സോഫ്റ്റ് ആൻഡ് കാസ്റ്റ് ആൻഡ് അതൊക്കെ റീടെൻഷൻ കുറഞ്ഞ മെറ്റീരിയൽസ് ആണ്. പെർമനന്റ് മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണ്? എന്ത് സിറ്റുവേഷൻ വന്നാലും മാഗ്നറ്റിസം നഷ്ടപ്പെടരുത്, അല്ലെ? ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലും ആയിക്കോട്ടെ ഇല്ലെങ്കിലും ആയിക്കോട്ടെ, ഹീറ്റ് വന്നാലും ഹീറ്റ് പോയാലും എന്തുണ്ടെങ്കിലും മാഗ്നറ്റിസം നഷ്ടപ്പെടരുത്. മാഗ്നറ്റിസത്തിനെ അത് ഹോൾഡ് ചെയ്യണം. ആ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് റീടെൻഷൻ. എന്താണ്? റീടെൻഷൻ. റീടെൻഷൻ കൂടുതലുള്ളതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. എന്താണ്? റീടെൻഷൻ കൂടുതലുള്ളതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽ അല്ലേ നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ മെറ്റീരിയൽ ആണ് സ്റ്റീൽ. ബാക്കിയുള്ളതെല്ലാം റീടെൻഷൻ കുറവാണ്, അഥവാ റിറ്റന്റിവിറ്റി കുറവാണ്. ഓക്കെ, ഇതിന് കോപ്പർ എന്ന് പറയുന്നത് കോപ്പർ. ഓക്കെ, അപ്പൊ കോപ്പർ എന്ന് പറയുന്നത് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം അതൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന് ഓരോ കോമ്പൗണ്ട്സ് ചേർത്ത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആക്കുന്നതാണ്. ഓക്കെ, ബാക്കി സോഫ്റ്റ് ആൻഡ് കാസ്റ്റ് ആൻഡ് എല്ലാം റീടെൻഷൻ വളരെ, അഥവാ റിറ്റന്റിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആണ്. അവയെ കൊണ്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വിച്ച് മെറ്റീരിയൽ ഈസ് പ്രിഫേർഡ് ആസ് ദ കോർ ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്? ശ്രദ്ധിച്ചേ, കോർ ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. കോർ ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അത് പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യണം, പെട്ടെന്ന് ഡീമാഗ്നറ്റൈസ് ചെയ്യണം. എങ്ങനെ വരണം? പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യണം, പെട്ടെന്ന് ഡീമാഗ്നറ്റൈസ് ചെയ്യണം. അപ്പൊ എന്റെ റിറ്റൻഷൻ എന്തായിരിക്കണം? മാഗ്നറ്റിക് റിറ്റന്റിവിറ്റി. മാഗ്നറ്റിക് റിറ്റന്റിവിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കണം, അല്ലെ? അതാണ് ഇലക്ട്രോ മാഗ്നറ്റിന് വേണ്ടുന്നത്. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ, സെക്കൻഡ് വൺ ഇസ് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ്? റിറ്റൻഷൻ കൂടുതലുള്ളത്. അപ്പോ അത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മാഗ്നറ്റൈസ് ചെയ്യാനും പെട്ടെന്ന് തന്നെ ഡീമാഗ്നറ്റൈസ് ചെയ്യാനും പറ്റുന്നതാണ് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അത് വെച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സോഫ്റ്റ് അയൺ. ഓക്കെ, സോഫ്റ്റ് അയൺ എന്ന് പറയുന്ന അയൺ ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം ആയിരിക്കും. അത് ഈസിലി മാഗ്നറ്റൈസബിൾ ആൻഡ് ഡീമാഗ്നറ്റൈസബിൾ ആയിരിക്കും. ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കിയേ. സ്റ്റീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. കോപ്പർ എന്ന് പറയുന്ന ഈ ഏരിയയിലേ വരുന്നില്ല. ബ്രാസ് ഓൾസോ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ ഇതിലെ രണ്ട് ഓപ്ഷനാണ് വാലിഡ് ആയിട്ടുള്ളത്, സ്റ്റീലും സോഫ്റ്റ് അയണും. അതിൽ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ എപ്പോഴും ഉപയോഗിക്കുക. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇനി the property by which a freely suspended magnet aligns itself in the north-south direction is called. അതായത് മാഗ്നറ്റിന് ഓൾറെഡി പറഞ്ഞു, മാഗ്നറ്റ് ആണ് എന്ന് പറയുന്നതിന്റെ രണ്ട് ബേസിക് ഫീച്ചർ. ഒന്നെന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, രണ്ടാമത്തത് ഈ നോർത്ത് ഡിറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ബേസിക് നേച്ചർ. അപ്പൊ ആ പ്രോപ്പർട്ടിക്ക് ഒരു പേര് പറയും. ആ പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യത്തിൽ. ആ പേര് ഡിറക്റ്റീവ് പ്രോപ്പർട്ടി. അതായത് ഡിറക്റ്റീവ് പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റ്സ് എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്.
അതൊരിക്കലും ഒരു ഡയറക്ഷനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. ഇൻഡക്ഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് അതിന്റെ അടുത്തുള്ള ഒരു അയൺ പീസിനെ മാഗ്നറ്റൈസ് ചെയ്യും. എങ്ങനെയാ മാഗ്നറ്റൈസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡ്യൂസ് ചെയ്ത് അതിനെയും മാഗ്നറ്റ് ആക്കും. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റ് അതിന്റെ അടുത്തിരിക്കുന്ന ഒരു അയൺ മെറ്റീരിയൽ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം, അതിനെ മാഗ്നറ്റൈസ് ചെയ്യും. എങ്ങനെ? മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട്. ഓക്കെ, അതാണ് ഇൻഡക്ഷൻ പ്രോപ്പർട്ടി. റിറ്റന്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിസത്തിനെ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് റിറ്റന്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡിറക്ഷനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഡിറക്റ്റീവ് പ്രോപ്പർട്ടി. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ബാക്കിയുള്ളതെല്ലാം റോങ് ആൻസർ ആണ്. എന്തുകൊണ്ടാണ് റോങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് മാഗ്നറ്റിക് പോൾസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ മാഗ്നറ്റിക് പോൾസ് ആയിക്കോട്ടെ, ചാർജസ് ആയിക്കോട്ടെ, ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മാഗ്നറ്റിസത്തിന് 2 പോളുണ്ട്. ഏതൊക്കെയാണ്? നോർത്ത് പോളും സൗത്ത് പോളും. ഇതെല്ലാവർക്കും അറിയാലോ. അപ്പോ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെയാണ് അതിന്റെ തമ്മിലുള്ള ഫോഴ്സ് എന്നാണ് ചോദ്യം. അപ്പം ചാർജസ് ഇതുപോലെ തന്നെയാണ്. എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജ് അട്രാക്ട്. അതുപോലെയാണ് മാഗ്നറ്റിക് പോൾസ്. ലൈക്ക് പോൾസ് റിപ്പൽ, ഒരുപോലെയുള്ള പോൾസ്. അതായത് ഇവിടെ ഒരു നോർത്തും ഇവിടെ ഒരു നോർത്ത് പോളും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും റിപ്പൽ ചെയ്യും, അകന്നു പോകും. ഓക്കെ, അതേസമയം അൺലൈക്ക് പോൾസ്, ഒരുപോലെ അല്ലാത്ത, അതേസമയം ഇവിടെ ഒരു സൗത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സൗത്ത് പോൾ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ അട്രാക്ട് ചെയ്യും. ദാറ്റ് ഇസ് അൺലൈക്ക് പോൾസ് അട്രാക്ട്, ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഇതാണ് മാഗ്നറ്റിക് പോൾസിന്റെ പ്രത്യേകത. അപ്പൊ അത് പറയുന്ന ഓപ്ഷൻ സി, വേർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ ലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ അല്ല, തെറ്റ്. അൺലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അതും തെറ്റ്. ബോത്ത് പോൾസ് അട്രാക്ട് ഈച്ച് അതർ, അതും തെറ്റാണ്. Next question. The strength of an electromagnet can be increased by. Options are decreasing the number of turns of the coil, reducing the current through the coil, using a soft iron core, using a wooden core. Okay. അപ്പോ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന അനുസരിച്ചും കറണ്ട് കൂടുന്ന അനുസരിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുന്നത്. ഓക്കെ, അപ്പോ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാലും ഇലക്ട്രോമാഗ്നറ്റ് എന്താ? കറണ്ട് കൊടുത്ത് മാഗ്നറ്റൈസ് ചെയ്യുന്ന. അപ്പൊ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടണമെങ്കിൽ കറണ്ട് കൂട്ടിക്കൊടുക്കണം. അതല്ലെങ്കിൽ ആ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കൊടുക്കുമ്പോൾ അതിൽ കൂടിയും ഡെഫിനറ്റ്ലി കറണ്ടാ കൂടുതൽ വരുന്നത്. അത് കാരണം അഗെയിൻ എന്ത് സംഭവിക്കും? അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റ് എങ്ങനെ നമുക്ക് കൂട്ടാം? ഫസ്റ്റ് ഓപ്ഷൻ ഡിക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് അല്ല, നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം. കോയിലിന്റെ സ്ട്രക്ചർ, കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടും. ഓക്കെ, അടുത്ത് റെഡ്യൂസിങ് ദ കറണ്ട് ത്രൂ ദ കോയിൽ, അതുമല്ല, രണ്ടും കുറയ്ക്കുക ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയും. അപ്പൊ അടുത്ത് നോക്കാം, യൂസിങ് എ സോഫ്റ്റ് അയൺ കോർ. അത് ഓക്കെ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റില് മാഗ്നറ്റിസം കൂട്ടണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? we have to use a soft iron core. So option C is the answer. ഓപ്ഷൻ ബി നോക്കൂ, യൂസിങ് എ വുഡൻ കോർ. വുഡ് എന്ന് പറയുന്നത് എന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇറ്റ്സ് ആൻ ഇൻസുലേറ്റർ. അപ്പൊ അതെന്തേ? മാഗ്നറ്റിസത്തിനെ നശിപ്പിക്കും. സോ ഇറ്റ് ഇസ് നോട്ട് ദ ആൻസർ. Next question. When a magnet is broken into 2 pieces, എന്താ സംഭവിക്കുക? ഓപ്ഷൻസ് നോക്കാം. എന്താ ഓപ്ഷൻസ് ഡിമാൻഡ് ചെയ്യുന്നത് നോക്കാം. One piece becomes north pole and the other south pole. Magnetic properties lost completely. Each piece becomes a complete magnet with north and south poles.
only one piece remains magnetic. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കാം. അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ. വൺ പീസ്, അതായത് ഒരു മാഗ്നറ്റ് പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു. ഓക്കെ, ഇതെല്ലാം മുറിഞ്ഞ് ഇങ്ങനെ ഓരോ പീസായി. അപ്പൊ രണ്ട് പീസായിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് രണ്ട് പീസായിട്ട് വരയ്ക്കാം. ഒരു പീസ്, ഒരു മാഗ്നറ്റ് മുറിഞ്ഞ് രണ്ട് കഷ്ണമായി. എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഒന്ന് നോർത്ത് പോൾ ആവും, ഒന്ന് സൗത്ത് പോൾ ആവും എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ലോസ് കംപ്ലീറ്റ്ലി എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഓരോ മെറ്റീരിയലിലും ഓരോ പീസിലും നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടായിട്ട് കംപ്ലീറ്റ് മാഗ്നറ്റ് ആയിട്ട് അത് നിൽക്കും എന്നാണ്. ഓക്കെ, മറ്റേ പറയുന്ന ഓൺലി വൺ പീസ് റിമെയിൻസ് മാഗ്നറ്റ്. ഇതിൽ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, മാഗ്നറ്റ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഹീറ്റ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഹാമറിങ് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ പ്രോപ്പർട്ടി ലൂസ് ആവത്തുള്ളൂ. അല്ലാതെ എന്ത് തന്നെ ചെയ്താലും അതിന്റെ പ്രോപ്പർട്ടിക്ക് നഷ്ടം വരില്ല. അത് എയറിൽ കൂടെയും വാട്ടറിൽ കൂടെയും ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സോഴ്സ് ആണ് മാഗ്നറ്റ്സ്. ഓക്കെ, അപ്പൊ മാഗ്നറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് പോലെ അല്ല മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ്. വൈ? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി മീഡിയം ആവശ്യമില്ലാത്ത എനർജി എങ്ങനെ വേണോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഒരു മാഗ്നറ്റ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഇൻഡിവിജ്വൽ പീസസ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരിക്കലും അതിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യത്തില്ല. ഓക്കെ, സോ അങ്ങനെ പറയുമ്പോൾ ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. അതിന് ഒരു പീസ് മാഗ്നറ്റിസം റിമെയിൻ ചെയ്യും അല്ല, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലോസ് ചെയ്യും അതും അല്ല, വൺ പീസ് ബിക്കം നോട്ട് ആൻഡ് അതർ അതും ഉണ്ടാവില്ല. ഈച്ച് piece becomes a complete magnet. Okay. Next question. Which of the following devices works on the principle of electromagnetism? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആപ്ലിക്കേഷൻ വെച്ചിട്ട്. അപ്പൊ ഇത് ചോദിച്ചേക്കുന്നത് ഫോളോയിങ് ഡിവൈസ്, ഏത് ഡിവൈസ് ആണ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പൽ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം? അതൊന്ന് കോമ്പസ് നീഡിൽ, നെക്സ്റ്റ് ഇലക്ട്രിക് ബെൽ, തേർഡ് വൺ ഇസ് ബാർ മാഗ്നറ്റ്, ഫോർത്ത് വൺ ഇസ് പെർമനന്റ് മാഗ്നറ്റ്. അപ്പൊ ഇതിൽ കോമ്പസ് നീഡിൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണോ? അല്ല. ഓക്കെ, അപ്പൊ അത് ഡയറക്ഷൻ പോയിന്റ് ഔട്ട് ചെയ്ത ഒരു ടൂൾ ആണ്, അതൊരു ഡിവൈസ് അല്ല. പിന്നെ ഈ ഡിവൈസ് എന്ന് പറയുന്ന ഏതാ ഇതില്? ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് ബെൽ വിച്ച് യൂസസ് മാഗ്നറ്റിസം ടു പ്രൊഡ്യൂസ് ദ റിംഗിങ് സൗണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ബെൽ ആണ് ഉത്തരം. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഡിവൈസേ അല്ല, അതൊരു ഷേപ്പ് ആണ്, മാഗ്നറ്റിന്റെ ഒരു ഷേപ്പ് ആണത്. നാലാമത്തെ പെർമനന്റ് മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ് മോട്ടർ. അത് പെർമനന്റ് മാഗ്നറ്റ് മോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പൽ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് മോട്ടോഴ്സ് ഉണ്ട്, മാഗ്നറ്റിസത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് തന്നെയാണ്, പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ അല്ല വർക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ഡിവൈസ് വിച്ച് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. അതായത് ടെമ്പററി മാഗ്നറ്റിസം ആണ് ഇലക്ട്രോമാഗ്നറ്റിസം, അതൊരു പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല. അതുകൊണ്ടാണ് ഈ ഓപ്ഷനും റോങ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following materials strongly attracted by a magnetic field? Magnetic ഫീൽഡിനെ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്ത മെറ്റീരിയൽ ഏതാണ്? ഏത് മെറ്റീരിയലാ? ഓപ്ഷൻസ് എക്സാമ്പിൾസ് വെച്ച് ചോദ്യം വരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? യു ഹാവ് ദ ഓപ്ഷൻസ് ബിസ്മത്ത്, കോപ്പർ, അയൺ, സിങ്ക്. ഇതില് മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്ത മെറ്റീരിയൽ ഏതാണ്? ആൻസർ ഇസ് അയൺ അല്ലെ. ബിസ്മത്ത് എന്ന് പറയുന്നത് സ്ട്രോങ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. കോപ്പർ എന്ന് പറയുന്നത് ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം ഇറ്റ്സ് എ ഡയാമാഗ്നറ്റിക്, ബട്ട് ഇൻ എ പ്രോസസ്ഡ് ഫോം പാരാമാഗ്നറ്റിക്. Zinc also is a paramagnetic material. Therefore, iron is the answer. Materials that are weakly attracted by a magnetic field. Magnetic field in a weak attraction ullu. അങ്ങനത്തെ മെറ്റീരിയൽ എന്താണ്? സ്ട്രോങ് അട്രാക്ഷൻ എന്താണ്? ഫെറോമാഗ്നറ്റ്. ഒട്ടും അട്രാക്ഷൻ ഇല്ലാത്ത ഡയാമാഗ്നറ്റിക്. വീക്ക് അട്രാക്ഷൻ പാരാമാഗ്നറ്റിക്. So option B is the next question.
Which of the following is a diamagnetic material? Okay, എന്താണ് ഡയാമാഗ്നറ്റ്? ഇതില് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന അലുമിനിയം, പ്ലാറ്റിനം, ബിസ്മത്ത്, അയൺ. അതിലൊരു സ്ട്രോങ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇറ്റ് ഇസ് ബിസ്മത്ത്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. അലുമിനിയം എന്ന് പറയുന്നത് വെൽ നോൺ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ? ഏതാന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ് ഇതില്? ഓപ്ഷൻ സി അലുമിനിയം. ബിസ്മത്ത് ഇസ് ഡയാമാഗ്നറ്റിക്. കോപ്പറിന്റെ സിൽവറിന്റെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിൽവർ ഇസ് കൈൻഡ് ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിസം എക്സ്പ്രസ് ചെയ്യുന്ന, അതായത് മാഗ്നറ്റിസത്തിനോട് സ്ട്രോങ് അഫിനിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പെർമനന്റ് മാഗ്നറ്റ്സ് വരെ ഉണ്ടാക്കാം. അതേതാണ്? ആൻസർ ഇസ് നിക്കൽ. നിക്കൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഈവൻ പെർമനന്റ് മാഗ്നറ്റ് വരെ ഉണ്ടാക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അതേഴ്സ് ആർ നോട്ട്. അടുത്ത, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ. ഈ എക്സ്പ്ലനേഷൻ സ്ഥിരം ചോദിക്കുന്നതാണ്. സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആണോ? അല്ല. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതെന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. വീക്ക്ലി അട്രാക്ട് ചെയ്തു. വീക്ക്ലി അട്രാക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി പാരാ. ഓക്കെ, ആൻസർ ഇസ് വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റ്സ്. ഓക്കെ, അതായത് നോർമൽ മാഗ്നറ്റ്സിന് വീക്ക്ലി റിപ്പൽഷൻ ആയിരിക്കും, സ്ട്രോങ് മാഗ്നറ്റ്സിന് സ്ട്രോങ് റിപ്പൽഷൻ. സോ ദിസ് ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. പെർമനന്റ്ലി മാഗ്നറ്റൈസ്ഡ് എന്ന് പറയുന്നത് ആ ഓപ്ഷൻ ഈ ക്വസ്റ്റ്യനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അടുത്ത്, which of the following materials is used for making transformer core? ട്രാൻസ്ഫോമർ കോർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ട്രാൻസ്ഫോമർ കോറിന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, അല്ലെ? ട്രാൻസ്ഫോമർ കോറിന്റെ പ്രത്യേകത ദേ ആർ ഇലക്ട്രോ മാഗ്നറ്റ്സ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അത് ഉണ്ടാക്കുന്നത് ഈസിലി മാഗ്നറ്റൈസബിൾ, ഡീമാഗ്നറ്റൈസബിൾ ആയിരിക്കും. അപ്പൊ ഈ ഓപ്ഷൻസിൽ അത് വരുന്നത് ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അപ്പൊ ട്രാൻസ്ഫോമർ കോഴ്സ് എന്ത് മെറ്റീരിയൽ ആയിരിക്കണം? ദാറ്റ് ഹാസ് ടു ബി സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, സിലിക്കൺ സ്റ്റീൽ ഇസ് ദ ആൻസർ. ഈസിലി മാഗ്നറ്റൈസബിൾ ആണ്, അതുപോലെ ഡീമാഗ്നറ്റൈസബിളും ആണ്. ഓക്കെ, റിട്ടൻറ്റിവിറ്റി കുറവായിരിക്കും. അയൺ, കൊബാൾട്ട് ആൻഡ് നിക്കൽ ബിലോങ് ടു വിച്ച് കാറ്റഗറി? ഓക്കെ, അതിലെ നിക്കല് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ അയണും കൊബാൾട്ടും ഇതെല്ലാം വരുന്ന എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ആൻഡ് ദേ ആർ കോൾഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഡയ ആയിരിക്കില്ല എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ഇക്വലന്റ് ആണ്. പാരാമാഗ്നറ്റിക് അല്ല, ആന്റി മാഗ്നറ്റിക്കും അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തത്. ഇറ്റ് ഇസ് അയൺ, നിക്കൽ, കൊബാൾട്ട്. ഇത് മൂന്ന് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ കണ്ടതേ ഉള്ളൂ. ഓൾ ദീസ് ആർ ഫെറോമാഗ്നറ്റിക്. അപ്പൊ അതല്ലാത്തത് ഏതാണ്? അലുമിനിയം. അലുമിനിയം പിന്നെ എന്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്? ഇറ്റ് ഇസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. Then ferromagnetic materials can be permanently magnetized, weakly magnetized, never magnetized, repelled by magnetic field. എന്താണ്? They can be permanently magnetized. അല്ലേ? So why? എന്തുകൊണ്ടാ? Because they are hard magnetic material. അതുകൊണ്ട് they can be permanently magnetized. So option A is the answer. Okay. Weakly magnetized ആണോ? അല്ല. എന്നാൽ അത് പാര ആയിരിക്കും. നെവർ മാഗ്നറ്റൈസ്ഡ് അല്ല. അതെന്ന് എന്ത് മെറ്റീരിയൽ ആയിരിക്കും? ഡയാമാഗ്നറ്റിക്. റിപ്പൾഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ്, അതും ഡയാമാഗ്നറ്റിക്കിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് മൂന്നും അല്ല. Ferromagnetic materials are hard magnetic materials that can be permanently magnetized. Okay, which material is most strongly repelled by magnetic field? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം, the strongest diamagnetic സബ്സ്റ്റൻസ് ഇതിൽ ഏതാണ്? ഏത് മെറ്റീരിയലാണ്?
അയൺ ആണോ? അല്ല, അയൺ ഇസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അലുമിനിയം ഇസ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, അതുകൊണ്ട് ഇതും അല്ല. പിന്നെ ഏതാ ഓപ്ഷൻ? സി, ബിസ്മത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓപ്ഷൻ സി ബിസ്മത്ത് ഇസ് ദ ആൻസർ. നിക്കൽ എന്ന് പറയുന്ന ഇറ്റ്സ് അഗൈൻ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, സോ അത് ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്പോ MCQs നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ളത് ക്വസ്റ്റ്യൻസും എല്ലാം നന്നായിട്ട് നോക്കുക. അതുപോലെ KCB വർക്കിന്റെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ കുറച്ചധികം പേരെങ്കിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇനി കുറച്ചധികം പേര് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ബിഗ് ലേണിംഗിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. ദർ വിൽ ബി എ ക്രാഷ് കോഴ്സ് ഫോർ യു. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരിബഡി.